നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് ബി.ജെ.പിയും. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന വിഷയമാക്കി ഉയർത്തിക്കാട്ടാൻ ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നു. LDF UDF സംയുക്ത കൊള്ള എന്ന തരത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് തീരുമാനം. ജനുവരി 11-ന് അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേരുന്ന നേതൃയോഗത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിക്കും. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ധാരണയായ സ്ഥാനാർത്ഥികളോട് പ്രവർത്തനം തുടങ്ങാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. LDFും UDFും ചേർന്ന് ശബരിമലയിൽ സംയുക്തമായി കൊള്ള നടത്തിയെന്നാണ് BJP ആരോപണം. ആദ്യഘട്ടത്തിൽ ഇടതു സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ UDFിന് നേരെയും ഉയർത്തുകയാണ് BJP. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തിൽ സോണിയാഗാന്ധിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന കെ സുരേന്ദ്രന്റെ ആവശ്യവും അതിന് തെളിവാണ്. മകരജ്യോതി ദിനമായ ജനുവരി 14-ന് വീടുകളിലും പ്രധാന കേന്ദ്രങ്ങളിലും ശബരിമല സംരക്ഷണ ദീപം തെളിയിച്ച് വിശ്വാസി സമൂഹത്തെ ഒപ്പം കൂട്ടാനാണ് നീക്കം. ജനുവരി 11-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും. A ക്ലാസ് മണ്ഡലങ്ങളിൽ ഇതിനോടകം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. അതാത് മണ്ഡലങ്ങളിൽ ഉറപ്പായ സ്ഥാനാർത്ഥികളോട് പ്രചാരണത്തിന് തുടക്കമിടാനും നേതൃത്വം നിർദ്ദേശിച്ചു. ജനുവരി പകുതിയോടെ ജയസാധ്യതയുള്ള മുഴുവൻ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.